അതെന്താ പറഞ്ഞാൽ പോളിങ് താമസിച്ചു എന്നുള്ളത് ശരിയാ. പല സ്ഥലത്തും അതിപ്പോൾ UDFകാർ കണ്ടുപിടിച്ചത് അവരെ ബൂത്തിൽ മാത്രമാണ് താമസിക്കുന്നത്. എല്ലാ ബൂത്തിലും താമസിച്ചിട്ടുണ്ട്. മിക്കവാറും ബൂത്തുകളിൽ ഈ പോളിങ് താമസിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നമാണ്. ആ ബീം ശരിയായ രീതിയിൽ വരുന്നതിന് സമയം പിടിക്കുന്നു അധികം. അതാണ്. അല്ല, അവർക്ക് മനസ്സിലായി. അവർ 20 സീറ്റാണല്ലോ. അവർക്ക് 20 സീറ്റിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ UDFിൻ്റെയും മനോരമ അതിൻ്റെ സഖ്യകക്ഷിയാണല്ലോ. മനോരമയും മാതൃഭൂമിയെല്ലാം ഇവരെ സഖ്യകക്ഷികളാണ് UDFിൻ്റെ. അവർക്കുള്ള ക്ഷീണം വളരെ വലുതായിരിക്കും. ആ എന്താ പെട്ടിട്ടുണ്ട്. ജാഗ്രത കുറവുണ്ടായില്ല. ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത്. അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ ഡ്രൈവർക്ക്. അപ്പോൾ ആ ഡ്രൈവർ ശരിയല്ലാത്ത രീതിയിലുള്ള ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത്. അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത്. അതിൽ വേറെ ജാഗ്രത കുറവൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഓരോരാൾക്കും ഓരോ ന്യായം ഉണ്ടാവും. ചില ആളെന്തുകൊണ്ടാണ് അപ്പം തന്നെ തടയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മളോട് പറയാം. ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചതിന് ശേഷം മേയറും അതുപോലെ തന്നെ MLA ഇരിക്കുന്ന ഒരു കാറ് അതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി നിങ്ങളെല്ലാം ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കുകയാണ്. ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യത്തിൻ്റെ ഒപ്പം തന്നെയാണ് കാര്യങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അത് നമ്മൾ കണ്ടോളണം. കാറ് നിർത്തുന്നില്ല, അവിടെ നിർത്തിയെടുക്കുന്ന പോയിട്ട് സംസാരിക്കുകയാണ്. വേറെ കാറുകൾ നിർത്തിയിട്ടൊന്നുമില്ല, ഓവർടേക്കൊന്നുമില്ല. അതിലാണ് എല്ലാവർക്കും ദൃശ്യം കണ്ടിട്ടുണ്ട്. ദൃശ്യമെല്ലാം കാണുന്നുണ്ട്. ഇറക്കി വിട്ടിട്ടുണ്ട്. അതിൽ അവമാനിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇടപെട്ടത്. ആ ഇടപെടൽ വേണ്ടി തന്നെയാണ്, ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ആരെയും നമ്മൾ വേറെ കുറ്റവിമുക്തമാക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ ഉള്ള സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലായി, കേസ് പോയി. അത്രയേ ഉള്ളൂ. മറുപടി വേണം. എന്ത് നടപടി? എന്നാ പരാതി? അല്ല, എന്നാ പരാതി? എന്താ അവമാനിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ പരാതിയാവുമോ? അവമാനിച്ചു എന്ന് പറഞ്ഞാലേ പരാതിയാവുള്ളൂ. പിന്നെ അവമാനിച്ചു എന്നുള്ള പരാതി, അവമാനിച്ചിട്ടില്ല എന്നുള്ള പരാതി രണ്ടെണ്ണം വന്നാൽ ഉറപ്പല്ലേ അതെടുക്കൂലെന്ന്? വെറുതെ പറയുന്ന റിപ്പോർട്ട് ആയില്ലേ? ബസ് അത് തടഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. അതെല്ലാവരും കണ്ടതല്ലേ ചോദിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോയി ചോദിക്കുന്നത് എല്ലാവരും കണ്ടെയാണ്. അതിൽ പിന്നെ എന്താ പറയുക പ്രശ്നം? ശരിയായ രീതിയിലൊരു അന്വേഷണം നടത്തട്ടെ. ഇനി അന്വേഷണം നടത്തിയൊന്നും ശരിയല്ലെങ്കിൽ പോട്ടെ. നമുക്കെന്നുണ്ടിപ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നതിന് നിങ്ങളെന്തിനാ തടസ്സം നിൽക്കുന്നതെന്ന് വേണ്ടല്ലോ. തടസ്സം വേണ്ട. അല്ലെങ്കിൽ എപ്പോൾ ഫോൺ കുറഞ്ഞു അല്ല, ഏത് സമയത്തെങ്കിലും ഈ ഫോൺ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രീയ അത് ഇന്ന് പിന്നെ ആരും ചോദിച്ചില്ല അങ്ങനെ. അതുകൊണ്ട് കൂടി അപ്പോൾ താത്വികമായി എന്തെങ്കിലും പറയേണ്ടി ഘട്ടം വരുമ്പോഴല്ലേ വേണ്ടു അല്ലേ? അത് നിങ്ങളാരും ചോദിച്ചില്ല. ഭയങ്കര ചൂടാണ്. റിസൾട്ട് ദേശീയ തലത്തിലോ? അത് പറഞ്ഞു. അത് സത്യമാണ്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവുമായുള്ള മനസ്സിൻ്റെ പൊരുത്തം അതാണ് സത്യം. അപ്പോഴേ അത് സത്യം പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായി, പക്ഷെ എന്തില്ല, ബോധവുമായിട്ടുള്ള പൊരുത്തമില്ല. ആ പൊരുത്തം എപ്പോഴാണോ വരുന്നത് അപ്പോൾ സത്യമായി.